ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹെയർ ഫോളാണ്. എസ്പെഷ്യലി ഡ്രൈ ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെയർ ഫോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സ്കാൽപ്പിൽ നിന്നും പുതിയ മുടി നമുക്ക് എങ്ങനെ റീഗ്രോ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഹെയർ എടുക്കുകയാണെങ്കിൽ ഒരു ഹെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ കൊഴിഞ്ഞു പോകുന്ന മുടിയിൽ ചിലപ്പോൾ അത് കാണണമെന്നില്ല. നമ്മളൊരു മുടി എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് എന്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ടക്ന്നൊരു സൗണ്ട് കേട്ടിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ദാറ്റ് മീൻസ് അതിരിക്കുന്നത് ഒരു കുഞ്ഞ് ബൾബിൻ്റെ ഉള്ളിലാണ്. അതായത് അവിടെയാണ് കെരാറ്റിൻ, ഹെയറിന് വേണ്ട ഓക്സിജൻ സപ്ലൈ, ഹെയറിന് വേണ്ട ബ്ലഡ് സപ്ലൈ, കെരാറ്റിൻ സപ്ലൈ, മൈക്രോന്യൂട്രിയൻസിൻ്റെ സപ്ലൈ എല്ലാം കൊടുക്കുന്നത് ആ കുഞ്ഞ് ബൾബിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഷാമ്പൂവിൻ്റെയൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലാവും, താഴെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് മുകളിലേക്ക് വന്നിങ്ങനെ നറിഷ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെയാണ്, റൂട്ടിലാണ് നമുക്കുള്ള ന്യൂട്രിയൻസ് ഉള്ളത്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ യൂസേജ് ഉണ്ടെങ്കിൽ, സ്ലീപ്പിംഗ് പാറ്റേൺ ഇറഗുലർ ആണെങ്കിൽ, പ്രോപ്പർ ഫുഡ് ഇൻടേക്ക് ഇല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാബിറ്റ്സ്, നെഗറ്റീവായിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ എന്താ സംഭവിക്കുക വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യില്ല. അങ്ങോട്ടേക്ക് പാസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ പോഴ്സ് അതിങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും, ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ രോമകൂപങ്ങൾ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മുടികൾ വളരില്ല. ഡ്രൈ ഹെയർ ഉള്ളവർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ മുടി ഫ്രണ്ടിലേക്ക് ഇടുക. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് നമ്മളിവിടെ എത്ര കോംബ് ചെയ്ത് കഴിഞ്ഞാലും ആ മുടി പൊട്ടിപ്പോരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഡൈലേഷൻ കൊടുക്കണം. ആ ഡൈലേഷനാണ് നമ്മൾ പറയുന്ന നെല്ലിക്ക. നല്ലോണം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് വെറുതെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെക്കുക, സ്പ്രേ ചെയ്യുക, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വെറുതെ വാഷ് ഔട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതുപോലെ ചെമ്പരത്തി ഇതേപോലെ തന്നെ ചെയ്യാം. ഒക്കെ ജ്യൂസ് ആക്കിയിട്ട് വെറുതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. തക്കാളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെള്ളരിക്ക ആയിക്കോട്ടെ, കുമ്പളങ്ങ ആയിക്കോട്ടെ. പിന്നെ ഏറ്റവും കൂടുതൽ റിച്ച് വൈറ്റമിൻ എ കിട്ടുന്ന ഒന്നാണ് നമ്മളുടെ കൊത്തമര, അതുപോലെ ബീൻസ്, ഈ പയറുവർഗ്ഗത്തിലൊക്കെ പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. മൈക്രോന്യൂട്രിയൻസ് ധാരാളം ഉണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമിൽ നമ്മൾ ക്യാരറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഡെഫിഷ്യൻസീസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പറ്റുന്നവർ അത് കഴിക്കുക. അതുപോലെ തന്നെ ലെമൺ, നമ്മുടെ ചെറുനാരങ്ങ, വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. ലാസ്റ്റ് നമ്മൾ പറയുന്നത് കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം, ലഞ്ച് കഴിക്കുന്ന ടൈം, ഡിന്നർ കഴിക്കുന്ന ടൈം എല്ലാം നമ്മളൊരു കറക്റ്റ് ടൈമിൽ കൊണ്ടുവരിക. ഉറങ്ങുന്ന സമയവും ഒരു ടൈമിലേക്ക് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 3 മന്ത്സ് നമുക്ക് ഗണ്യമായ രീതിയിൽ നമ്മുടെ ഹെയർ ഫോളും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹെയർ ഗ്രോത്തിനും അത് പ്രൊമോട്ട് ചെയ്യുന്നു.